+2 കഴിഞ്ഞവർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആകാൻ സാധിക്കുന്ന 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഗവൺമെന്റ് ഓഫ് കേരള അപ്രൂവ് ചെയ്ത ഈ കോഴ്സിന്റെ എല്ലാവിധ അഡ്മിഷൻ പ്രോസസ്സും നടത്തുന്നത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. 2 വർഷത്തെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സാണിത്. DPharm, DMLT, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തേഷ്യ ടെക്നോളജി തുടങ്ങി 16ഓളം ഡിപ്ലോമ കോഴ്സുകളിൽ ഒന്നാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് വരുന്നത്. 2 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ. ഈ ലിങ്ക് ഓപ്പൺ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസും മറ്റ് പ്രോസ്പെക്ട് ഒക്കെ കാണാൻ സാധിക്കുക. DHI എന്നാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കോഴ്സിന് ഷോർട്ടായിട്ട് പറയുന്നത്. സോ ഈ കോഴ്സ് നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് കോളേജിലും പ്രൈവറ്റ് കോളേജുകളിലും പഠിക്കണമെങ്കിൽ നിങ്ങൾ LBSലൂടെ തന്നെ അപ്ലൈ ചെയ്യണം. മെറിറ്റ് ബേസിൽ വിവിധ അലോട്ട്മെന്റുകളിലൂടെ ആയിരിക്കും സെലക്ഷൻ. അല്ലാതെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കേരളത്തിൽ പഠിക്കാവുന്ന LBS ഓഫർ ചെയ്യുന്ന ഗവൺമെന്റ് കോളേജുകളും പ്രൈവറ്റ് സെൽഫ് കോളേജുകളും ഏതെല്ലാമാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ കോഴ്സിന്റെ എല്ലാവിധ ഡീറ്റെയിൽസും മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 3 ഗവൺമെന്റ് കോളേജുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്നാമത്തേത് കോഴിക്കോട്ടുള്ള ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ട്രെയിനിങ് സെന്റർ ആണ്. രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് സ്കൂളാണ്. മൂന്നാമത്തേത് പാലക്കാടുള്ള പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ പ്രധാനമായിട്ടും SC/ST വിദ്യാർത്ഥികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം 30 സീറ്റുകൾ ഉണ്ടെങ്കിൽ 18 SCക്കും അതുപോലെ 6 STക്കും ബാക്കിയുള്ളത് മാത്രമേ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് കഴിഞ്ഞ ഇയറിലൊക്കെ നടന്നിട്ടുള്ളത്. ഈ 3 ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമേ ഇപ്പോൾ കേരളത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ ഓരോ കോളേജുകളിലും 30 സീറ്റുകൾ വീതം ആകെ 90 സീറ്റുകളാണ് ഉണ്ടാവുക. ഇനി ഏതാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് ആലപ്പുഴയിലുള്ള ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ്. 2 ഭാരത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി കോട്ടയം. മൂന്നാമത്തേത് AES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിലാണ്. 4ാമത്തേത് ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോതമംഗലം. 5 കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോഴിക്കോട്. 6 AWH ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. 7ാമത്തേത് അൽ അസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആണ്. ഇത് തൊടുപുഴ ഇടുക്കിയിലാണ് വരുന്നത്. 8 വിവേകാനന്ദ പഠന കേന്ദ്രം മലപ്പുറം. 9 KET കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് മൂവാറ്റുപുഴ എറണാകുളം. 10 വിക്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിങ് സ്കൂൾ തിരുവനന്തപുരം. 11 KTCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തിരുവനന്തപുരം. 12 സലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കൊല്ലം. 13 പട്ടം താണുപിള്ളை മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തിരുവനന്തപുരം. 14 ദ ഡേൽ വ്യൂ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തിരുവനന്തപുരം. 15 കോപ്പറേറ്റീവ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് വടകര കോഴിക്കോട്. 16 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇത് വരുന്നത് തിരുവനന്തപുരത്തെ സോപാനം കോംപ്ലക്സിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 16 പ്രൈവറ്റ് സെൽഫ് കോളേജുകളും 3 ഗവൺമെന്റ് കോളേജുകളുമാണ് DHI കോഴ്സിനായിട്ടുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള LBS ഡിപ്ലോമ കോഴ്സുകളുടെ അഡ്മിഷൻ സമയമായിട്ടില്ല. രജിസ്ട്രേഷൻ സമയമായാൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് LBSന്റെ വെബ്സൈറ്റിലൂടെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ കോളേജുകളുടെയൊക്കെ കോൺടാക്ട് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് LBSന്റെ പ്രോസ്പെക്ട് വഴി നോക്കാവുന്നതാണ്. അഡ്മിഷൻ സമയം കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.